ലയവും സാക്ഷാത്കാരവും. അല്ലാതെ എന്തോ കണ്ണടച്ചിരുന്ന് എവിടുന്നോ ധ്യാനിച്ചുണ്ടാക്കുന്നതല്ല അത്. ഇപ്പം ഞാൻ എന്ന് പറയുന്നത് ഒരു ഏകകമല്ല എന്നും ഈ സർവ്വപ്രപഞ്ചവും ചേർന്നിരിക്കുന്നതാണ് ഞാനെന്നുള്ള അനുഭവം നമുക്ക് എപ്പോഴും ഉണ്ടാവുക, നമുക്ക് സമാധാനം ഉണ്ടാകുമ്പോഴേ ഉണ്ടാവുള്ളൂ. അല്ലാതെ അതുണ്ടാകുമ്പോൾ നമ്മൾ നല്ല സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ, ഇപ്പോൾ നമ്മളിവിടെ നല്ല സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ നമ്മളൊരു ഹാർമണിയിലാണ്. നമ്മളെ പുറത്ത് പോകുന്ന മറ്റേ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഇവിടെയൊക്കെ അനുഭവിക്കുന്നുണ്ട്. നമ്മളൊരു സ്വസ്ഥതയിലിരിക്കുന്ന സമയത്ത് ആ ഒരു സ്വസ്ഥതയെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് പിന്നെ നമ്മൾ ആലോചിക്കുക. ഇപ്പോൾ ഞാൻ പറയുന്ന വാക്ക്, ഞാൻ പറയുന്ന ആശയം, പുറത്തെ ശബ്ദങ്ങൾ, ഇതിലൂടെ നടന്നു പോകുന്ന ആളുകളൊന്നും അലോസരപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു ശ്രദ്ധ നിങ്ങളിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, പറയുന്ന എന്നിലും ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇതൊരു അന്വേഷണം, അത് മുറിക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു ആഴത്തെ, നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സമാധാനത്തെ, അത് അതിൻ്റെ ഏറ്റവും ആഴത്തിൽ അനുഭവിക്കാൻ നടത്തുന്ന യാത്രയ്ക്കാണ് ആത്മാന്വേഷണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സമാധാനം മുറിഞ്ഞു പോവാതെ കൊണ്ടുപോകുന്നതിന് പറയുന്ന പേരാണ് സാധന, ആത്മീയ സാധന എന്ന് പറയുന്നത്. ഇപ്പം ലൗകികം എന്നും ആത്മീയം എന്നും പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഭവത്തെ അതിൻ്റെ ഏറ്റവും ബാഹ്യപ്രതലങ്ങൾ മാത്രം അനുഭവിക്കുന്നതിന് ലൗകികം അല്ലെങ്കിൽ ഭൗതികമെന്നും അതിൻ്റെ ആഴത്തിൽ പോയി അനുഭവിക്കുന്നതിന് ആത്മീയമെന്നും പറയും.